ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന ടോപ്പിക്കാണ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. കഴിഞ്ഞ ദിവസം നമ്മൾ മൗലിക അവകാശങ്ങൾ പറഞ്ഞു, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ അല്ലേ. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം ഏതാണ്? ഭാഗം 4. നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട അടിസ്ഥാന ആദർശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട അടിസ്ഥാന ആദർശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. അഥവാ രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങളിലാണ്. ഓക്കെ, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. അതുകൂടാതെ SCERT-ൽ 4 അഡീഷണൽ പോയിന്റ്സ് കൂടി പറയുന്നുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്ത് എന്ന് ഒരു ടോട്ടൽ 5 പോയിന്റ്സ് പറയുന്നുണ്ട്. അതിലൊന്ന് ക്ഷേമരാഷ്ട്രം, 2 സാമൂഹിക നീതി, സാമ്പത്തിക വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം. ഇതൊക്കെ നൽകുക, ജനങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യമായിട്ട് SCERT-ൽ പറയുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക, സാമൂഹിക നീതി ഉറപ്പാക്കുക, സാമ്പത്തിക വികസനം ഉറപ്പാക്കുക, വിദ്യാഭ്യാസം ഉറപ്പാക്കുക, ആരോഗ്യം ഉറപ്പാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളായിട്ട് SCERT-ൽ പറയുന്നുണ്ട്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നത്. എന്താണ്? ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മൗലികാവകാശങ്ങൾ ജസ്റ്റിഷ്യബിൾ ആണ്, നമുക്ക് കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ്. അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സപ്രൂവ് കമ്മിറ്റിയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സപ്രൂവ് കമ്മിറ്റി. മറ്റൊരു പോയിന്റാണ്, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണെന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. PYQ ആണ്. ഏതാണ്? ഭാഗം 4 ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, ഭരണഘടനയുടെ 37-ാം വകുപ്പ് അനുസരിച്ച് മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. മാർഗനിർദ്ദേശക തത്വങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. അതായത് ന്യായവാദത്തിന് അർഹമല്ല. അത് ഏതിലാണ് പറയുന്നത്? 37-ാം വകുപ്പിലാണ് പറയുന്നത്. ഗാന്ധിയൻ ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നത്. ഓക്കെ, ഗാന്ധിയൻ ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച ഒരു ചരിത്രകാരനുണ്ട്, അമേരിക്കൻ ചരിത്രകാരൻ. അദ്ദേഹമാണ് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരൻ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അങ്ങനെയാണെങ്കിൽ നിർദ്ദേശക തത്വങ്ങളെ നേവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? നേവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. BR അംബേദ്കർ ആണ് നേവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ചതും BR അംബേദ്കർ തന്നെയാണ്. നിർദ്ദേശക തത്വങ്ങളെ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ തന്നെയാണ്. മറ്റൊരെണ്ണമുണ്ട്, എ ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ദ ബാങ്ക്. എ ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ദ ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത്
KT ഷായാണ്. KT ഷാ. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് നല്ലൊരു കമൻറ്റ് പറഞ്ഞു MC ചഗ്ല. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ MC ചഗ്ല എന്താണ് പറഞ്ഞത്? ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറും എന്ന് അഭിപ്രായപ്പെട്ടത് MC ചഗ്ലയാണ്. എന്താണ് പോയിന്റ്? ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറുമെന്ന് അഭിപ്രായപ്പെട്ടത് MC ചഗ്ല. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ നിർദ്ദേശക തത്വങ്ങളെ തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 40, 43, 43B, 46, 47, 48. പഠിക്കാൻ എളുപ്പമാണ്. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 40, 43, 43B, 46, 47, 48 എന്നിവയാണ് ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങൾ. ഈ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. 3 പോയിന്റ്സ് ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നിവയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾ. ഈ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അനുച്ഛേദങ്ങളാണ് 40, 43, 43B, 46, 47, 48. ഈ ആർട്ടിക്കിളുകളിലായി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക, ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നിവയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. ഇനി അനുച്ഛേദം 36 മുതലാണ് നിർദ്ദേശക തത്വങ്ങൾ ആരംഭിക്കുന്നത്. 36 മുതൽ 51 വരെ. അങ്ങനെയാണെങ്കിൽ അനുച്ഛേദം 36 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്റ്റേറ്റിന്റെ നിർവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റിന്റെ നിർവചനത്തെക്കുറിച്ചാണ് അനുച്ഛേദം 36 പറയുന്നത്. 37 പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് അനുച്ഛേദം 37. അടുത്തത് ആർട്ടിക്കിൾ 39A. 39A എന്തിനെ കുറിച്ച് പറയുന്നു? തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 39A. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. 39D ആണെങ്കിലോ തുല്യ ജോലിക്ക് തുല്യ വേതനം. D ആണെങ്കിലും ഡായ് ആണെങ്കിലും 39 ഡിയിൽ എന്താ പറയുന്നത്? തുല്യ ജോലിക്ക് തുല്യ വേതനം. സ്ത്രീ ആണെങ്കിലും ശരി, പുരുഷനാണെങ്കിലും ശരി, തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കണം എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. ഇനി ആർട്ടിക്കിൾ 42 സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് അനുവദിക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 42 43 ആണെങ്കിൽ തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇതിലെല്ലാം ഒന്നും പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആർട്ടിക്കിൾ 43B എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെക്കുറിച്ചാണ്. സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെക്കുറിച്ച് പറയുന്നത് 43B. ഇത്രയും സമയം പഠിച്ചത് എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 36 എന്തിനെക്കുറിച്ച് പറയുന്നു? സ്റ്റേറ്റിന്റെ നിർവചനം. 37 ന്യായവാദത്തിന് അർഹമല്ല. 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും. 39D എന്താണ് പറഞ്ഞത്? തുല്യ ജോലിക്ക് തുല്യ വേതനം. 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. 42 മെറ്റേണിറ്റി ലീവ്. ഇനി 43 അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. 43B ഇമ്പോർട്ടൻ്റ് ആണ്. സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവ എന്ന് നമ്മൾ പഠിച്ചിരുന്നു ഇതുവരെ, അല്ലേ? ഇനിയിപ്പോൾ എന്തുണ്ട്? മറ്റ് 2 സംസ്ഥാനങ്ങൾക്ക് കൂടി ഏകീകൃത സിവിൽ കോഡ് വന്നിട്ടുണ്ട്. അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആദ്യമായിട്ട് ഉത്തരാഖണ്ഡും ഗുജറാത്തും. ഉത്തരാഖണ്ഡും ഗുജറാത്തുമാണ് യൂണിഫോം സിവിൽ കോഡ് റീസെൻ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്. ഏതൊക്കെയാ? ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഇനി ആർട്ടിക്കിൾ 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45 6 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 45. ഓക്കെ, നിർദ്ദേശക തത്വങ്ങളിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 45 മൗലിക അവകാശങ്ങളിലാണെങ്കിലോ 21A എന്ത് പറയുന്നത്? വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പറയുന്നത്.
ഇനി ആർട്ടിക്കിൾ 47 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതിയെക്കുറിച്ചും പോഷക നിലവാരം ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചെല്ലാം രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. അതുപോലെ മദ്യനിരോധനം ഉൾപ്പെടുന്നതും ഈ ആർട്ടിക്കിളിൽ തന്നെയാണ്. മദ്യനിരോധനം ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ 47. രൂപീകരണം മുതൽ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. അത് ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇനി ആർട്ടിക്കിൾ 48 എന്താണ്? ഗോവധ നിരോധനമാണ്. അതുപോലെ മൃഗസംരക്ഷണം, അവയെക്കുറിച്ചൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 48 ഈ ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഗുജറാത്താണ്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഇനി 48A എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പരിസ്ഥിതി സംരക്ഷണം, അതായത് വനം, വന്യമൃഗ സംരക്ഷണം, പ്രകൃതിയുടെ ഉന്നമനം എന്നിവയെക്കുറിച്ചൊക്കെയാണ് 48A പരിസ്ഥിതി സംരക്ഷണം എന്ന് ഓർത്തുവെക്കാം. 49 ആണെങ്കിലോ 49 ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 49 പറയുന്നത്. ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 49 പറയുന്നു. ആർട്ടിക്കിൾ 50 ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 50. നീതി ന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 51 ലാസ്റ്റ്, നിർദ്ദേശക തത്വങ്ങൾ 36 മുതൽ 51 വരെ. അതിൽ 51ാമത്തെ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ച് പറയുന്നു? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനം. ഓക്കെ, നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിച്ചു കഴിയുമ്പോൾ സമാധാനമായി, അന്താരാഷ്ട്ര സമാധാനം. 50 നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം. 51 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനം. 51 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനം. അപ്പോൾ നമ്മുടെ ഈ MC ചഗ്ല പറഞ്ഞ പോലെ ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറും എന്ന് അഭിപ്രായപ്പെട്ടത് ശരിയാണ് അല്ലേ? ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? 40, 43, 43B, പിന്നെ ഏതൊക്കെയാണ്? 46, 47, 48. അതിൽ ഈ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആർട്ടിക്കിൾ 40 പറയുന്നു. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചോ? 43B. 43Bയിലാണ് കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ലഹരി വസ്തുക്കളുടെ നിരോധനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 47 ആർട്ടിക്കിൾ 47 ലഹരി വസ്തുക്കളുടെ നിരോധനത്തെക്കുറിച്ച് പറയുന്നത്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് അടുത്തൊരു ചോദ്യമുണ്ട്, ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്. അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. നിയമം മൂലം ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡും അതുപോലെ ഗുജറാത്തും. ഇനി 2-3 കേസുകളെ കുറിച്ച് നോക്കാം. ചമ്പകം ദൊരൈരാജൻ കേസ്, ഗോലക്നാഥ് കേസ്, മിനർവ മിൽ കേസ്. അത് മൂന്നും എന്തൊക്കെയാണ്? ആദ്യത്തേത് ചമ്പകം ദൊരൈരാജൻ കേസ് 1951. ചമ്പകം ദൊരൈരാജൻ കേസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ്. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന പക്ഷം മൗലികാവകാശങ്ങൾക്കായിരിക്കും നിലനിൽപ്പ് എന്ന് വിധിച്ച കേസാണ് ചമ്പകം ദൊരൈരാജൻ കേസ്. ഓക്കെ, ഏതാണ്? മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന അവസരത്തിൽ മൗലികാവകാശങ്ങൾക്കായിരിക്കും നിലനിൽപ്പ് എന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസാണ് ചമ്പകം ദൊരൈരാജൻ കേസ് 1951. ഇനി മറ്റൊരെണ്ണാണ് ഗോലക്നാഥ് കേസ് 1967. 1967 ഗോലക്നാഥ് കേസിന്റെ വിധി എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഗോലക്നാഥ് കേസ് 1967. ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ്,
മൗലിക അവകാശങ്ങൾക്കാണ് നിർദ്ദേശക തത്വങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്നിരുന്നാൽ കൂടിയും ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട്. ഓക്കെ, മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് വരുന്നത് മൗലിക അവകാശങ്ങൾക്കാണ്. എങ്കിലും ചില നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചില അവസരങ്ങളിൽ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വരും. അങ്ങനെ ഭേദഗതി ചെയ്യാനുള്ള റൈറ്റ് പാർലമെന്റിന് ഉണ്ട്. ഇനി മിനർവ മിൽ കേസ് എന്താണ്? മിനർവ മിൽ കേസ് 1980 കേസാണ്. മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകമാണ് എന്നും മൗലിക അവകാശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മൗലിക അവകാശങ്ങളും പരസ്പരം ത്യജിക്കേണ്ടതില്ല എന്നായിരുന്നു മിനർവ മിൽ കേസിന്റെ വിധി. എന്താണ്? മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് പരിത്യജിക്കേണ്ടതില്ല എന്നാണ് ആര് വിധിച്ചത്? മിനർവ മിൽ കേസ് വിധിച്ചത്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ മാർഗനിർദ്ദേശക തത്വങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ മൗലികാവകാശങ്ങളും പരസ്പരം ത്യജിക്കേണ്ടതില്ല എന്ന വിധിയായിരുന്നു മിനർവ മിൽ കേസിന്റെ 1980. എന്നാൽ ഈ വിധിയെല്ലാം പല ഭേദഗതിയിലൂടെയും പാർലമെന്റ് മറികടന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഭരണകൂടത്തെ വിലക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ മൗലിക അവകാശങ്ങൾ പലപ്പോഴും നെഗറ്റീവായിട്ടും പറയുന്നുണ്ട്, എന്നാൽ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഭരണകൂടത്തിന് വിലക്കില്ല, പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭരണകൂടത്തെ വിലക്കുന്നുണ്ട്. അതുകൊണ്ട് മൗലിക അവകാശങ്ങൾ പോസിറ്റീവുമാണ്, അതേസമയം നെഗറ്റീവുമാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഭരണകൂടത്തോട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് നിർദ്ദേശക തത്വങ്ങൾ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി മൗലികാവകാശങ്ങൾ എങ്ങനെയാണ്? മൗലികാവകാശങ്ങൾ ജസ്റ്റിഷ്യബിൾ ആണ്, ന്യായവാദത്തിന് അർഹമാണ്. നിർദ്ദേശക തത്വങ്ങളാണെങ്കിലോ അത് ന്യായവാദത്തിന് അർഹമല്ല. നിർദ്ദേശക തത്വങ്ങൾ കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല, അത് ന്യായവാദത്തിന് അർഹമല്ല. അതുപോലെ മൗലിക അവകാശങ്ങൾ എന്താണ്? വ്യക്തികളുടെ ക്ഷേമത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, ആണല്ലോ. അതേസമയം നിർദ്ദേശക തത്വങ്ങൾ എങ്ങനെയാണ്? സമൂഹത്തിന്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. സമൂഹത്തിന്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. ഇനി ഈ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണം നിർബന്ധമല്ല. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിയമനിർമ്മാണം നിർബന്ധമല്ല. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ വെറും നിർദ്ദേശങ്ങളായി തുടരുകയാണ്. അത് നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? പ്രത്യേകം നിയമം നിർമ്മിക്കേണ്ടതുണ്ട്. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണ്. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പോയിന്റ്സ് എല്ലാം നമ്മൾ റിവൈസ് ചെയ്തു. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. ലൈക്കും കമൻറ്റും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.